വള്ളത്തോളിനെ മുൻനിർത്തി പ്രവാചകനെക്കുറിച്ച് പറയേണ്ട ഒരു കാര്യവുമില്ല. കാരണം നിങ്ങൾക്കൊക്കെ അറിയാം, ഇവിടെ ഇരിക്കുന്നവരിൽ നിരവധി ആളുകൾ പണ്ഡിതന്മാരാണ്. അവർക്ക് പ്രവാചകനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ധർമ്മോത്ബോധനത്തെക്കുറിച്ചും ഒരുപക്ഷെ എനിക്കറിയാവുന്നതിൻ്റെ 100 ഇരട്ടി കാര്യങ്ങൾ അറിയുന്നവരാണ്. എന്നിട്ടും എന്നെ തന്നെ വിളിക്കുകയും വള്ളത്തോളിനെക്കുറിച്ച് സംസാരിക്കണം, വള്ളത്തോൾ പ്രവാചകനെക്കുറിച്ച് എഴുതിയതിനെക്കുറിച്ച് സംസാരിക്കണം എന്നും പറയുന്നത് എന്തുകൊണ്ടാണ്? അവിടെയാണ് ഇന്ത്യ എന്ന് പറയുന്ന സമൂഹത്തിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത. ഇന്ത്യ വാസ്തവത്തിലൊരു ബഹുമത സമൂഹമാണ്, ബഹുസംസ്കാരങ്ങൾ സഹജീവിക്കുന്ന ഒരു സമൂഹമാണ്. അവിടെ ഒരു മതവും മറ്റൊരു മതത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുകയല്ല ചെയ്യുന്നത്, ഒരുമിച്ച് ജീവിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നാം ഇവിടെ പരാമർശിക്കുന്ന വള്ളത്തോൾ ഒരു ഇസ്ലാം മത വിശ്വാസിയോ മുസ്ലിമോ ആയിട്ട് ജീവിച്ച ആളല്ല എന്ന് നമുക്കറിയാം. എന്നാൽ അദ്ദേഹത്തിനും പ്രവാചകനെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ അറിയാമായിരുന്നു. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത. ഒരുപക്ഷെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഞാനും ഈ പറയുന്ന മതവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഒരുപക്ഷെ ഇസ്ലാം മതവിശ്വാസിയാണെന്ന് പറയാനാവില്ല. പക്ഷേ എനിക്കും പ്രവാചകനെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ കേട്ടറിവോ വായിച്ചറിവോ ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കും ഇപ്പം നേരത്തെ ഭാഷയുടെ പിതാവായ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ മണ്ണിലാണ് നാം ഇരിക്കുന്നത് എന്ന് ഉദ്ഘാടനം ചെയ്ത അദ്ദേഹം സൂചിപ്പിച്ചു. അപ്പോൾ എന്താണ് തുഞ്ചത്തെഴുത്തച്ഛൻ ചെയ്തതെന്ന് നിങ്ങൾക്കും അറിയാം ആണ്. അദ്ദേഹത്തിൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിനെക്കുറിച്ചും മഹാഭാരതം കിളിപ്പാട്ടിനെക്കുറിച്ചൊക്കെ നിങ്ങളും കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ രാമായണവും മഹാഭാരതത്തിനൊക്കെ ഈ പറഞ്ഞ ഹിന്ദുമത വിശ്വാസമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില കൃതികളാണ്. എന്നാൽ അത് ഹിന്ദുമതത്തിന് പുറത്തുള്ള ആളുകൾക്കും അതിനെക്കുറിച്ച് ചിലതെല്ലാം അറിയാം. അങ്ങനെ എല്ലാ മനുഷ്യരും മറ്റ് മതസ്ഥരുടെയും വിശ്വാസികളുടെയും ലോകവുമായി ചേർന്നും അതിൽ നിന്ന് പലതും സ്വീകരിച്ചും അതിലേക്ക് പലതും കൊടുത്തും അങ്ങനെ പുലർന്നു വരുന്നൊരു സമൂഹമാണ് ഇന്ത്യ. അതുകൊണ്ട് ഇന്ത്യൻ സമൂഹത്തെപ്പറ്റി വാസ്തവത്തിൽ അതിൻ്റെ കരുത്ത് എന്ന് പറയുന്നത് ഈ സഹജീവനമാണ്. അത് മനസ്സിലാക്കിയ ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ ചിന്തകൻ ഇന്ത്യയിൽ ഗാന്ധിയാണ്. ഗാന്ധിയാണ് വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് തന്നെ ഹിന്ദു മുസ്ലിം ഐക്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ്. അത് അവസാനിച്ചതും അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിച്ചതും ഹിന്ദു മുസ്ലിം ഐക്യത്തിനു വേണ്ടിയാണ്. അപ്പോൾ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചതു മുതൽ തൻ്റെ അന്ത്യനിമിഷം വരെ ഹിന്ദുക്കളും മുസൽമാന്മാരും സഹോദരങ്ങളായി ജീവിക്കണമെന്നാവശ്യപ്പെട്ട ഒരാളാണ് നമ്മുടെ രാഷ്ട്രപിതാവ് എന്ന് നമുക്കറിയാം. ആ അർത്ഥത്തിൽ ഈ രാഷ്ട്രപിതാവിനെ മുൻനിർത്തിക്കൊണ്ടാണ് വാസ്തവത്തിൽ നമ്മൾ ഈ സന്ദർഭത്തിൽ പോലും സംസാരിക്കേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അത്രമാത്രം ഇന്ത്യയിൽ ഇന്ന് നിന്ദിക്കപ്പെടുകയും ഇകഴ്ത്തപ്പെടുകയും പാർശ്വവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ചിന്തകനാണ് ഗാന്ധി. ഗാന്ധിയും വള്ളത്തോളും തമ്മിലുള്ള ബന്ധവും നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. മലയാളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദേശീയ കവി എന്നറിയപ്പെടുന്ന കവിയാണ് വള്ളത്തോൾ. വള്ളത്തോളിൻ്റെ ജന്മദേശം ഇവിടെ അടുത്താണെന്ന് നിങ്ങൾക്കറിയാം. ചേന്നരയിലാണ് അദ്ദേഹം ജനിച്ചത്. അപ്പോൾ അങ്ങനെ ഗാന്ധിയെ തൻ്റെ ജീവിതത്തിൽ വലിയൊരു ആരാധനാമൂർത്തിയായി തന്നെ സ്വീകരിച്ചയാളാണ് വള്ളത്തോൾ. എൻ്റെ ഗുരുനാഥൻ എന്ന കവിത വളരെ പ്രശസ്തമായ കവിതയാണ്, ഗാന്ധിയെക്കുറിച്ചുള്ള കവിതയാണ്. അങ്ങനെ ഗാന്ധിയെ ജീവിതത്തിലുടനീളം പിന്തുടരാൻ ശ്രമിച്ച വള്ളത്തോളാണ് ഒരുപക്ഷെ പ്രവാചകനായ നബി തിരുമേനിയെക്കുറിച്ചും ഈ പറയുന്ന 3 കവിതകൾ എഴുതിയിട്ടുള്ളത്. അതിലൊന്ന് അള്ളാഹു എന്ന് പറയുന്നൊരു കവിതയാണ്. മറ്റൊന്ന് ഇവിടെ സൂചിപ്പിച്ച പാംസുസ്നാനം എന്ന് പറയുന്നൊരു കവിതയാണ്. മറ്റൊന്ന് ജാതകം തിരുത്തി എന്ന് പറയുന്ന കവിതയാണ്. അങ്ങനെ 3 കവിതകൾ ഈ വള്ളത്തോൾ നാരായണ മേനോൻ ഇസ്ലാമുമായി ബന്ധപ്പെട്ട പ്രവാചകനുമായി ബന്ധപ്പെട്ട് എഴുതിയിട്ടുണ്ട് എന്ന് ആദ്യമേ നിങ്ങളുടെ അറിവിലേക്കായി ഞാൻ പറയട്ടെ. ഇവിടെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പല കവിതകളിലും പ്രവാചകനെക്കുറിച്ചുള്ള സൂചനകളുണ്ട്. ഇപ്പം ഗാന്ധിയെക്കുറിച്ച് അദ്ദേഹം എഴുതിയ എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയിൽ
മുഹമ്മദിൻ സ്ഥൈര്യവും എന്നൊരു വാക്കുണ്ട്. പ്രവാചകനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അഭിമാനബോധം അദ്ദേഹം തൻ്റെ ധാർമ്മികതയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു എന്നുള്ളതാണ്. ഈ ധാർമ്മികതയിൽ ഉറച്ചു നിൽക്കുക, എന്തൊക്കെ എതിർപ്പ് നേരിടേണ്ടി വന്നാലും തനിക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു കാര്യത്തോടൊപ്പം നിൽക്കുക എന്നത് ഒരു വലിയ മൂല്യമാണ്. നമ്മുടെ കാലത്ത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു മൂല്യമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അത് മുസ്ലിങ്ങൾ മാത്രം പാലിക്കേണ്ട ഒരു കാര്യമല്ല. ലോകത്തെ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവേണ്ടതാണ് ധാർമ്മികമായൊരു സ്ഥിരത എന്നുള്ളത്. ശരിയായ കാര്യങ്ങളെ ഞാൻ ചെയ്യൂ എന്നെല്ലാവരും തീരുമാനിച്ച ലോകത്ത് ഈ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മളെന്താണ്, അപ്പപ്പോൾ കിട്ടുന്ന സൗകര്യത്തിനനുസരിച്ച് നമ്മൾ ആശയങ്ങളും അഭിപ്രായങ്ങളും മാറ്റുന്നവരാവുന്നത് കൊണ്ടാണ് ലോകത്ത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. സത്യം മാത്രമേ പറയാവൂ എന്നറിയാത്തവർ ആരെങ്കിലും ഈ ലോകത്തുണ്ടോ? ലോകത്തുള്ള എല്ലാവർക്കും അറിയാം സത്യം മാത്രമേ പറയാവൂ, കളവ് ചെയ്യരുത്, മറ്റൊരാളെ ദ്രോഹിക്കരുത് എന്നൊന്നും ഇപ്പോൾ ഇവിടെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ലോകത്തെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് അതൊന്നും നടക്കാത്തത്? ഇങ്ങനെയുള്ളൊരു സത്യം മാത്രമേ പറയാവൂ എന്നുള്ളത് നിങ്ങളുടെ ഒരു ധാർമ്മികതയാണ്. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും ഞാൻ സത്യം പറയൂ എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ ചില എതിർപ്പുകൾ നേരിടേണ്ടി വരും. അപ്പോൾ എതിർപ്പ് നേരിടേണ്ടി വരും, എൻ്റെ കാര്യം നടക്കില്ല എന്ന് തോന്നുമ്പോൾ നമ്മൾ കളവ് പറയും. അതാണ്. അങ്ങനെയുള്ള ഒരാളായിരുന്നില്ല പ്രവാചകൻ എന്നതാണ് വാസ്തവത്തിൽ വള്ളത്തോൾ പറയാൻ ശ്രമിക്കുന്നത്. ഈ 3 കവിതയിലും വള്ളത്തോളിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ധർമ്മസ്ഥിരതയാണ്. താൻ ശരിയെന്ന് കരുതുന്ന ഒരു കാര്യത്തെ ലോകം മുഴുവൻ എതിർത്താലും അതിൻ്റെ പേരിൽ എന്തെല്ലാം പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും ഞാൻ അതിൽ വിട്ടുവീഴ്ച ചെയ്യുന്ന പ്രശ്നമില്ല എന്ന മട്ടിൽ ധീരതയോടുകൂടി മുന്നേറിയ ഒരാളായിട്ടാണ് വാസ്തവത്തിൽ പ്രവാചകനെ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഈ 3 കവിതയിലും പൊതുവിൽ അത് നമുക്ക് കാണാൻ കഴിയും. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പിന്നീട് വരാം. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മൂല്യബോധമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഗാന്ധിയിൽ ഇതുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം ഗുരുനാഥനിൽ സൂചിപ്പിക്കുന്നത്. ഗാന്ധിക്കും ഈ സ്ഥൈര്യം ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാലോ, ഗാന്ധിയുടെ സ്ഥൈര്യത്തെപ്പറ്റി ധാരാളം കഥകളുണ്ട്. ഗാന്ധി ഈ പ്രകൃതി ചികിത്സ പിന്തുടർന്നിരുന്ന ആളാണ്. അദ്ദേഹം അലോപ്പതി ചികിത്സയ്ക്കെതിരായിരുന്നു. അത് ശരിയോ തെറ്റോ എന്നുള്ളതൊക്കെ തർക്കിക്കാം, ഞാൻ അതിൻ്റെ തർക്കത്തിലേക്കല്ല. പക്ഷെ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് രോഗം വന്നാൽ എന്ത് ചെയ്യണം? രോഗം വന്നാൽ നമ്മുടെ കാരണവന്മാർ പറഞ്ഞു തന്നിട്ടുള്ള മരുന്നുകളും മറ്റും പ്രയോഗിച്ച് നോക്കണം. മരുന്ന് പ്രയോഗിക്കുമ്പോഴെല്ലാം രാമ എന്നോ ഖുദ എന്നോ പ്രാർത്ഥിക്കണം. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എപ്പോഴും കൂടെ ഉണ്ടാവണം. നമ്മുടെ ചുറ്റുമുള്ള ചെടികളിൽ നിന്നൊക്കെ, അതാണല്ലോ പൂർവികന്മാരുടെ മരുന്ന്, അതുകൊണ്ട് ചികിത്സിക്കാൻ ശ്രമിക്കണം. ഈ പറഞ്ഞ മരുന്ന് കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഫലിച്ചില്ലെങ്കിൽ മരണത്തെ ഹൃദയപൂർവ്വം സ്വീകരിക്കണം. അതാണ് നമുക്ക് വിധിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി അത് സ്വീകരിക്കണം എന്ന് പറഞ്ഞൊരാളാണ് ഈ ഗാന്ധി. അതുകൊണ്ട് അദ്ദേഹം ഒരിക്കൽ തൻ്റെ മകന് വലിയ പനി വന്ന സമയത്ത് അദ്ദേഹം ഈ പറഞ്ഞ പോലെ മണ്ണൊക്കെ പൊതിഞ്ഞുള്ള ചികിത്സയാണ് നടത്തുന്നത്. ആളുകളൊക്കെ ചീത്ത പറഞ്ഞു. പക്ഷെ അദ്ദേഹം കീഴടങ്ങാൻ തയ്യാറായില്ല. തൻ്റെ പ്രിയ പത്നിയായിട്ടുള്ള കസ്തൂർബയ്ക്ക് അസുഖം വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു അവസാനം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ മരുന്നൊന്നും അവൾക്ക് കൊടുക്കരുത്, അവളെ ഒന്ന് കിടത്തി പരിചരിച്ചാൽ മതി, ഞാൻ പറയുന്നതേ കൊടുക്കാവൂ, ബാർലി വെള്ളം, അങ്ങനെ അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ. ഡോക്ടർമാർ പറഞ്ഞു ഇവർ മരിച്ചു പോകുന്നു, അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. പക്ഷെ ഒരിക്കൽ അദ്ദേഹം അറിയാതെ അവർ കസ്തൂർബയ്ക്ക് ചില മരുന്നുകൾ നൽകി. അത് ഗാന്ധി അറിഞ്ഞപ്പോൾ ഓഫീസിലെ ഈ കൗണ്ടറിൽ പോലും പറയാതെ തൻ്റെ ഭാര്യയെ കൈകളിലെടുത്ത് അദ്ദേഹം ഹോസ്പിറ്റൽ വിട്ടുപോയി. ഡിസ്ചാർജ് ചെയ്യുന്ന കാര്യം ഡോക്ടർമാരോട് അവിടെയുള്ള ആരോടും പറഞ്ഞില്ല അദ്ദേഹം. എല്ലാവരും കാണാൻ അദ്ദേഹം രോഗിയെ എടുത്തുകൊണ്ട് പോയി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് കളിക്കാനുള്ളതല്ല എൻ്റെ ധാർമ്മികത എന്ന് പറയുന്നത്. പക്ഷെ അദ്ദേഹം ചികിത്സിച്ച് മാറ്റി.
ഞാൻ പറയുന്നത് ഇത് ശരിയോ തെറ്റോ എന്നൊക്കെ നമുക്ക് തർക്കിക്കാം. പക്ഷേ താൻ ശരിയാണ് എന്ന് കരുതുന്ന ഒരു കാര്യത്തിനൊപ്പം മരണം വന്നാലും നിൽക്കുക. അത് തന്നെയാണ് നവഖാലിയിൽ അദ്ദേഹത്തിന്. ഇവിടെ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ആളുകൾ മുഴുവൻ പിന്നെ അധികാരത്തിന് വേണ്ടി ഡൽഹിയിൽ പിന്നെ ആഘോഷങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗാന്ധി ഈ വർഗീയ കലാപം നടന്നുകൊണ്ടിരിക്കുന്ന മണ്ണിൽ നഗ്നപാതനായി ഏക മനുഷ്യനായി, അല്ലേ? പണ്ട് പ്രവാചകൻ ഈ പറയുന്ന ഖുറൈശി കൂട്ടത്തിനോട് നടന്നുപോയി എന്നൊക്കെ പറയുന്നത് പോലെയാണ് നടന്നുപോയ ഒരാളാണ് ഗാന്ധി. അന്ന് ആയുധങ്ങളുമായി പഞ്ചാബിലും ഈ പറയുന്ന സ്ഥലങ്ങളിലും പരസ്പരം വെട്ടിക്കൊല്ലാൻ നിന്ന മനുഷ്യർക്കിടയിലൂടെ അദ്ദേഹം നടന്നു പോയിട്ട് പറഞ്ഞു, ഒന്നുകിൽ നിങ്ങൾ ആയുധം താഴെ വെക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കൊല്ലാം. ഒറ്റയ്ക്കാണ് പോയത്. ആ മനുഷ്യർ ഗാന്ധിയുടെ ഈ സ്ഥൈര്യം കണ്ട് ആയുധങ്ങളെല്ലാം താഴെയിട്ടു എന്നാണല്ലേ നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടുള്ളത്. അങ്ങനെ മറ്റുള്ളവരൊക്കെ അധികാരം നോക്കിപ്പോയപ്പോൾ ഈ കലാപത്തിലേർപ്പെട്ടിരിക്കുന്ന മനുഷ്യർക്കിടയിൽ ജീവൻ കയ്യിൽ വെച്ചാണ് അദ്ദേഹം സഞ്ചരിച്ചത്. ആ ധൈര്യം അദ്ദേഹത്തിന് എവിടെ നിന്നാണ് കിട്ടിയത്? അത് ഈ പ്രവാചകനിൽ നിന്ന് ലഭിച്ചതാണ്. അത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അതാണ്. അപ്പോൾ വാസ്തവത്തിൽ ഈ വള്ളത്തോളിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഗാന്ധിയെ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരണം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. കാരണം അദ്ദേഹത്തിൻ്റെ എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയിൽ മുഹമ്മദിൻ സ്ഥൈര്യവും എന്ന വാക്ക് ഒന്ന് വിടർത്തിയതാണ് ഈ 3 കവിത. അതാണ് ഈ സ്ഥൈര്യം എന്നതാണ് ഈ കവിതയിലെ മൗലികമായ ഭാവം എന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്തിനാണ് ഒരുപക്ഷെ വള്ളത്തോൾ ഇങ്ങനെ ഒരു കവിത എഴുതുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് മതപരമായ ഒരു ലക്ഷ്യമല്ല ഉള്ളത്. പക്ഷേ മതത്തിനകത്ത് സൃഷ്ടിക്കപ്പെട്ട ആശയങ്ങൾ മതവിശ്വാസികൾക്ക് മാത്രമുള്ളതല്ല, അത് പൊതു നന്മയ്ക്കുള്ളതാണ്. അപ്പോൾ മതത്തെക്കുറിച്ച് നാരായണ ഗുരു പറയുന്നൊരു കാര്യമുണ്ട്. നാരായണ ഗുരുവിന് നമ്മൾ ഈ സന്ദർഭത്തിൽ വാസ്തവത്തിൽ ഓർക്കേണ്ടതാണ്. 1924 നാരായണ ഗുരു ഈ സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് ആലുവ മണപ്പുറത്ത്. അതിൻ്റെ 100-ാം വാർഷികം കഴിഞ്ഞു. ഇപ്പോൾ ആ സർവമത സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്തായിരുന്നു? വാദിക്കാനും തോൽപ്പിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് നാം ഇവിടെ കൂടിയിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അവിടെ ഇസ്ലാം മത പണ്ഡിതന്മാർ വന്നു, ക്രിസ്തുമത പണ്ഡിതന്മാർ വന്നു, ബുദ്ധമത പണ്ഡിതന്മാർ വന്നു, ഹിന്ദുമത സന്യാസിമാർ വന്നു. ഇവരെല്ലാം വന്ന് ഞങ്ങളുടെ മതത്തിൽ എല്ലാവർക്കും സ്വീകരിക്കാൻ എന്തുണ്ട് എന്ന് പറയാനാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലാണ്ട് ഞങ്ങളെ മതം ആണ് ഏറ്റവും നല്ല മതം, നിങ്ങളതൊന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് വാദിക്കാനും തോൽപ്പിക്കാനും അല്ല. ഞങ്ങളുടെ മതത്തിനകത്ത് നന്മയുടെ ഇന്ന സന്ദേശങ്ങളുണ്ട്. അങ്ങനെയാണ് നാരായണ ഗുരു ഒരു ഈ പറയുന്ന പോലെ ഹൈന്ദവ ആദർശങ്ങളൊക്കെ സ്വീകരിച്ച ഒരു സന്യാസിയായിരുന്നെങ്കിലും അദ്ദേഹം എല്ലാ മതങ്ങളെയും വിളിച്ചു ചേർത്താണ് ഈ ആലുവ മണപ്പുറത്ത് ഈ സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത്. അപ്പോൾ ആ നിലയ്ക്ക് ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഗാന്ധി വള്ളത്തോളും ആ കാലഘട്ടത്തിലൊക്കെ ജീവിച്ചിരുന്ന ഒരു കവിയാണ്. അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം മതസൗഹാർദ്ദം എന്നുള്ളതാണ്. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ വെറുതെ മതസൗഹാർദ്ദം ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ ചിലപ്പോൾ വിചാരിക്കും മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളെ സ്കൂളിൽ പിന്നെ ഒരാളെ മൊയ്ലിയാരായിട്ട് വേഷം കെട്ടിക്കും, ഒരാളെ മറ്റേ കുരിശൊക്കെ നാട്ടിയൊരു അച്ഛനാക്കും, മറ്റൊരാളെ സന്യാസിയാക്കി തൂറി 3 ആളെയും കൂടി നടത്തി റാലി നടത്തിയാലൊന്നും മതസൗഹാർദ്ദം ഉണ്ടാവില്ല. മതസൗഹാർദ്ദം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? മതങ്ങൾ പരസ്പരം അറിയണം. എന്താണ് ഇപ്പോൾ നിങ്ങളെല്ലാ ഇവിടെ കൂടിയിരിക്കുന്ന വിശ്വാസികളായ ആളുകളൊക്കെ വെള്ളിയാഴ്ച പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നു. എന്താണ് അവിടെ നടക്കുന്നത്? എന്താണ് അവിടെ പറയുന്നത്? എന്താണ് ഈ ഖുറാനിൽ പറഞ്ഞിട്ടുള്ളത്? എന്തൊക്കെയാണ് പ്രവാചകൻ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത്? ഇതൊക്കെ അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അറിയണം. അതേപോലെ ഉപനിഷത്തുകളിലൊക്കെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? എന്താണ് ഇവരുടെ ഈ മതം? എന്താണ് അതിൻ്റെ സങ്കല്പം? അത് വിശ്വസിക്കാത്ത ആൾക്കാർ അത് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് ക്രിസ്തു പറഞ്ഞിട്ടുള്ളത് എന്ന് ക്രിസ്ത്യാനികളല്ലാത്തവരും അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിപ്പോൾ എല്ലാവർക്കും രാവിലെ എഴുന്നേറ്റ് ഈ മതഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് പഠിച്ച് പണ്ഡിതന്മാരാവാൻ കഴിയില്ലല്ലോ. നമുക്ക് വേറെയും രാവിലെ നീട്ട നമ്മളെ ജീവിതമല്ലേ വലുത്.
അപ്പം അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ, അത് പറയുമ്പോൾ ഇപ്പം പറഞ്ഞ പോലെ എല്ലാവർക്കും അതിൻ്റെ ആഴങ്ങളിൽ ചെന്ന് പറയാൻ കഴിയില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പം എന്തു വേണം? ലളിതമായ ഭാഷയിൽ, ലളിതമായ രൂപത്തിൽ അതെല്ലാവർക്കും മനസ്സിലാവുന്ന വിധത്തിൽ അവതരിപ്പിക്കാൻ നമുക്ക് കഴിയുക എന്നുള്ളത് പ്രധാനമാണ്. അവിടെയാണ് സാഹിത്യം പ്രധാനമായിത്തീരുന്നത്. സാഹിത്യത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിന് ഹിന്ദു സാഹിത്യം, മുസ്ലിം സാഹിത്യം, ക്രിസ്ത്യൻ സാഹിത്യം എന്നൊന്നുമില്ല. ഞാൻ സാധാരണ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ മദ്രസയിൽ പഠിച്ചിട്ടുള്ള ആളല്ല. പക്ഷേ ഇപ്പം പല ആൾക്കാരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മദ്രസയിലൊക്കെ തീവ്രവാദം പഠിപ്പിക്കേണ്ടതാണ്. അങ്ങനെയാണ് നാട്ടിലൊക്കെ പ്രചരിപ്പിക്കുന്നത്. ആ പ്രചരണം എന്നെ ബാധിക്കാറില്ല. ഞാൻ മദ്രസയിൽ പഠിച്ചിട്ടില്ല, അവിടെ എന്താ പഠിപ്പിക്കണമെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ, അത് ശരിയാ. പക്ഷേ മദ്രസയിൽ തീവ്രവാദമാണ് പഠിപ്പിക്കുന്നതെന്ന് എന്നോട് എൻ്റെ അടുത്ത് ബസ്സിലിരിക്കുന്ന ഒരാൾ പറഞ്ഞാൽ ഞാൻ അയാളോട് കലഹിക്കും. അതെന്തുകൊണ്ടാണ് എനിക്ക് അതിനുള്ള ഊർജ്ജം എവിടെ നിന്നാണ് കിട്ടിയത്? അത് ഞാൻ സാഹിത്യം പഠിച്ചതുകൊണ്ടാണ്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു അന ഉണ്ടായിരുന്നു എന്നുള്ള നോവലിലെ കുഞ്ഞുപാത്തുമ്മ, ആ കുഞ്ഞുപാത്തുമ്മേനെ പഠിച്ചൊരാൾക്ക്, ബഷീറിനെ വായിച്ചൊരാൾക്ക് ഇസ്ലാമിനെ പറ്റി ബഹുമാനവും സ്നേഹവും ആദരവുമല്ലാതെ ഒരിക്കലും തെറ്റായ ഒരു ധാരണ ഉണ്ടാവില്ല. അയാളൊരു മുസ്ലിമായി ജീവിച്ചോളണമെന്നില്ല. പക്ഷേ ഇസ്ലാം മതത്തെപ്പറ്റി ഇസ്ലാമോഫോബിയ ഉള്ള ആൾക്കാർ പറയുന്ന ഒരു കാര്യവും എന്നെ ബാധിക്കാത്തതിൻ്റെ കാരണം ഞാൻ ബഷീറിനെ വായിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ തേന്മാവ് വായിച്ചിട്ടുണ്ട്, ബാല്യകാലസഖി വായിച്ചിട്ടുണ്ട്, ഇന്റുപ്പാപ്പയ്ക്ക് ഒരാന ഉണ്ടായിരുന്നു വായിച്ചിട്ടുണ്ട്. മുസ്ലിം ജീവിത പരിസരത്തു നിന്ന് ആ കഥകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. സൂഫി ദർശനമാണ് അതിൻ്റെ അടിത്തറ. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഇസ്ലാം മതം എന്ന് പറയുന്നത് എനിക്ക് കൂടി ആകർഷണം തോന്നുന്ന വലിയൊരു ചിന്താലോകമാണ്. ഇന്റുപ്പാപ്പയ്ക്ക് ഒരു അന ഉണ്ടായിരുന്നു എന്നുള്ളതിൽ കുഞ്ഞിപ്പാത്തുമ്മ എന്നെ പിന്നീട് പിന്നെന്താണ് അവളുടെ കാമുകനായി വരുന്നത് നിസാർ അഹമ്മദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ്. നിസാർ അഹമ്മദ് BA ഒക്കെ പഠിച്ച ആളാണ്, കോളേജിലൊക്കെ അന്നത്തെ ആധുനിക വിദ്യാഭ്യാസം കിട്ടിയ ആളാണ് നിസാർ അഹമ്മദ്. വലിയ പരിഷ്കാരിയാണ്. കുഞ്ഞുപാത്തുമ്മ പാവം, അവൾ ഈ മദ്രസയിൽ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ മൊയ്ലിയന്മാർ പറയുന്ന കഥകളും ഒക്കെ അല്ലാതെ അവൾക്ക് വാസ്തവത്തിൽ ലോകത്തെപ്പറ്റി വേറെ കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ. പക്ഷേ ഈ ആധുനിക വിദ്യാഭ്യാസം കിട്ടിയ നിസാർ അഹമ്മദിന് ഇഷ്ടം തോന്നുന്നത് ഈ നാട്ടിൻ പുറത്തെ ഈ പറയുന്ന മദ്രസയിൽ മാത്രം പഠിച്ച കുഞ്ഞുപാത്തുമ്മയുടെ. എന്താ അതിന് കാരണം? ഒറ്റ കാരണമേ ഉള്ളൂ, അവർ തമ്മിൽ ആദ്യം കാണുന്ന ഒരു രംഗമാണത്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ കുഞ്ഞുപാത്തുമ്മ വീട്ടിൽ ഇങ്ങനെ ഉച്ച നേരത്ത് തൊടിയിലൊക്കെ നടക്കും, ചെറിയ കുട്ടിയാണ്. അപ്പോൾ ഒരു ദിവസം ഒരു വേനൽക്കാലത്ത് തൊടിയിലൊക്കെ നടക്കുമ്പോൾ ഒരു തോടുണ്ട്, ആ തോട് വറ്റിക്കിടക്കുക, വേനലാണല്ലോ, ചരല നിറഞ്ഞ ഒരു തോടാ. അപ്പം അവളിങ്ങനെ നിൽക്കുമ്പോൾ 2 കുരുവികൾ കൊത്തുകൂടുക. അതിലൊരു കുരുവി വേറൊരു കുരുവിനെ കൊത്തി ആ തോട്ടിലേക്ക് ഇട്ടു. അപ്പോൾ അതിങ്ങനെ പിടയ്ക്കുക. ഇവക്കത് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. അവൾ എങ്ങനെയെങ്കിലും ആ തോട്ടിലേക്ക് ഇറങ്ങാൻ അവൾക്ക് പറ്റിയില്ല. അവൾ ആ ചരലിലൂടെ ഊർന്നിറങ്ങിയപ്പോൾ കയ്യിൻ്റെ തോല് പൊട്ടിയപ്പോൾ അതിന് ചോര ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഈ കിളിയാണെങ്കിൽ ഒരു ഗർഭിണിയാണ്, ഒരു പെൺകുരുവിയാണ്. അതിങ്ങനെ പിടയ്ക്കണ, ലേശം വെള്ളം കൊടുത്താൽ അത് രക്ഷപ്പെടും. അപ്പോൾ അവൾ ഈ കയ്യിൽ നിന്ന് ഇറ്റി വീഴുന്ന ചോര ആ കുരുവീനെ കുടിപ്പിക്കുക, എന്നിട്ട് ആ കുരുവീനെ രക്ഷിക്കണ ഒരു രംഗമുണ്ട്. ഇത് മുഴുവൻ ഈ നിസാർ അഹമ്മദ് അപ്പുറം നിന്ന് കാണുന്നു. അപ്പോഴാണ് അയാൾക്ക് ഇവളോട് ഇഷ്ടം തോന്നുന്നത്. ഇപ്പോൾ നേരത്തെ ഉദ്ഘാടകൻ പറഞ്ഞല്ലോ, കാരുണ്യത്തെക്കുറിച്ച് ഈ നബി തിരുമേനി പറഞ്ഞിട്ടുണ്ടെന്ന്. വാസ്തവത്തിൽ അത് കുഞ്ഞുപാത്തുമ്മ മനസ്സിലാക്കിയിട്ടുണ്ട്. ഏതിലൂടെ? ഈ മദ്രസയിൽ പോയി പഠിച്ചിട്ട്. ഈ പാഠം മനസ്സിലാക്കി എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ തീവ്രവാദമാണ് പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കില്ല. കാരണം ബഷീർ അദ്ദേഹത്തിന് അറിയാവുന്ന ഇസ്ലാം മതത്തെ എല്ലാവർക്കും വേണ്ടി വിതരണം ചെയ്തിട്ടുണ്ട്. അതാണ് ലോകത്തെ എന്നെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിൽ ഏറ്റവും ജീനിയസായ എഴുത്തുകാരൻ ആരാന്ന് ചോദിച്ചത് ബഷീറാണ്. അതിലൊരു സംശയമില്ല. ബഷീർ എഴുതിയതൊക്കെ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓർമ്മയുടെ അറകളിലൊക്കെ പറയുന്ന പോലെ പരിശുദ്ധ ഖുർആനാണ് അദ്ദേഹത്തിൻ്റെ ആധാരം. അതിന്നാണ് അദ്ദേഹം ഈ ലോകം മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ അത് വായിക്കുന്നതാരാ? ഇതൊന്നും അറിയാത്ത ഞങ്ങളെപ്പോലുള്ള ആൾക്കാരാണ്. അങ്ങനെ ഈ
മുസ്ലിങ്ങളായ ആളുകളും അമുസ്ലിങ്ങളായ ആളുകൾക്കും ഇടയിൽ പ്രവാചകൻ്റെയും പരിശുദ്ധ ഖുർആൻ്റെയും ഒക്കെ ആശയങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് സാഹിത്യം എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ നമ്മളെ ബന്ധിപ്പിക്കുന്ന ഒരു സാഹിത്യ രചനയാണ് ഇവിടെ ചർച്ച ചെയ്യുന്ന ഈ പാംസുസ്നാനം എന്ന കവിത എന്നാണ് ആമുഖമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചർച്ചയിലേക്ക് വരുമ്പോൾ ഞാനിവിടെ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞു, നാരായണ ഗുരുവിനെക്കുറിച്ച് പറഞ്ഞു, വൈക്കം മുഹമ്മദ് ബഷീറിനെക്കുറിച്ച് പറഞ്ഞു. ഇവരെല്ലാം വാസ്തവത്തിൽ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ പ്രവാചകൻ്റെ ധർമ്മോത്ബോധനത്തെ പലതരത്തിൽ പിന്തുടരാൻ ശ്രമിച്ച ആൾക്കാരാണ്. അദ്ദേഹത്തിൻ്റെ ദൈവദശകം, നാരായണ ഗുരുവിൻ്റെ ദൈവദശകത്തിൽ അദ്ദേഹം മുത്തുനബി എന്ന് തന്നെയാണ് അദ്ദേഹം വിളിച്ചിട്ടുള്ളത്. അദ്ദേഹം കരുണാവാനായ മുത്തുനബി എന്നാണ് അദ്ദേഹം ദൈവദശകത്തിൽ പറയുന്നത്. നാരായണ ഗുരു എഴുതിയതാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ഇസ്ലാം മത ദർശനങ്ങൾ അറിയാമായിരുന്നു. ആ ഇസ്ലാം മതത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്താണ്? കാരുണ്യമാണത്. അപ്പോൾ ഈ മതപരിവർത്തനത്തെക്കുറിച്ച് ഗാന്ധിയും നാരായണ ഗുരുവും തമ്മിലൊരു സംവാദം നടന്നിട്ടുണ്ട് ശിവഗിരിയിൽ വെച്ചിട്ട്. 100 കൊല്ലം ഇപ്പം 1925 ഗാന്ധി ഇവിടെ വൈക്കം സത്യാഗ്രഹത്തിന് വന്നപ്പോൾ നാരായണ ഗുരുവിനെ കണ്ടത്. ഗുരു ഗാന്ധി സംവാദത്തിൻ്റെ 100ാം വാർഷികം. ഗാന്ധിയും ഗുരുവും തമ്മിൽ കുറച്ച് നേരെ സംസാരിച്ചിട്ടുള്ളൂ. പക്ഷേ അതിലൊരു പ്രധാനപ്പെട്ട വിഷയം മതമായിരുന്നു. മതവും മതപരിവർത്തനമാണ്. മതപരിവർത്തനത്തെപ്പറ്റി ഗുരുവിൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എല്ലാ മതത്തിലും മോക്ഷമാർഗമുണ്ടല്ലോ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഏത് മതം സ്വീകരിക്കുന്നതിൽ തെറ്റില്ലെന്ന് പറഞ്ഞ ആളാണ് നാരായണ ഗുരു. എന്നിട്ട് അദ്ദേഹം പറയും, ഓരോ മതങ്ങളും സൃഷ്ടിക്കപ്പെടുന്നത് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായി വരുമ്പോഴാണ്. ലോകത്ത് സാഹോദര്യം ഇല്ലാതായ ഒരു കാലത്താണ് ഇസ്ലാം മതം ഉണ്ടായത് എന്ന് ഈ നാരായണ ഗുരു പറയുന്നു. സാഹോദര്യത്തിൻ്റെ സന്ദേശമാണ് ഇസ്ലാം വാസ്തവത്തിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ആ ഇസ്ലാമിനെയാണ് ഇപ്പോൾ തീവ്രവാദത്തിൻ്റെ മതമാണ്, അത് മനുഷ്യരെ നശിപ്പിക്കുന്ന മതമാണ്, ലോകത്ത് സമാധാനം ഇല്ലാതാക്കുന്ന മതമാണ് എന്നൊക്കെ വാസ്തവത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അസത്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് സത്യം എന്താണ് എന്ന് ഈ പറഞ്ഞ ഇസ്ലാം മത വിശ്വാസികൾ മാത്രമല്ല, ഈ രാജ്യത്തെ ഇസ്ലാം മത വിശ്വാസികളല്ലാത്തവരും എന്താണ് പ്രവാചകനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതിന് എല്ലാവരും അറിയണം. അതിനു വേണ്ടിയാണ് വാസ്തവത്തിൽ നമ്മളിങ്ങനെ കൂടിയിരിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ അള്ളാഹു എന്ന് പറയുന്ന കവിത, ഇതൊക്കെ ഈ നബി തിരുമേനിയുടെ ജീവിതത്തിലെ ചില സന്ദർഭങ്ങളെ മുൻനിർത്തി എഴുതിയ കവിതയാണ്. ഈ അള്ളാഹു എന്ന് പറയുന്ന കവിതയിൽ അദ്ദേഹം ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ, അതായത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന വഴിയിൽ ഒരിക്കൽ, ഒരുപക്ഷെ കഥയായിരിക്കാം സത്യമായിരിക്കാം, ഏതായാലും അദ്ദേഹം സഞ്ചരിക്കുന്ന സമയത്ത് കൊടും വേനലാണ്. ആ വേനൽ സമയത്ത് അദ്ദേഹം വിശ്രമിക്കാനായി ഒരാൽത്തറയിലിരുന്നു എന്നും ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്നു എന്നും ആ സമയത്ത് ഒരാൾ ഈ ഇസ്ലാമിനെ എതിർക്കുന്ന അല്ലെങ്കിൽ നബിയുടെ ഈ ധർമ്മോത്ബോധനത്തെ എതിർക്കുന്ന ശത്രുപക്ഷത്തുള്ള ഒരാൾ വന്ന് വെട്ടിക്കൊല്ലാൻ നോക്കിയെന്നും, അപ്പോൾ പുഞ്ചിരിയോടുകൂടി തൻ്റെ സഹോദരനോടെന്നതുപോലെ പ്രവാചകൻ അയാളോട് പെരുമാറിയുന്നു. അപ്പോൾ നിങ്ങളെ ഞാൻ കൊല്ലാൻ പോവുകയാണ്, ആരാണ് നിന്നെ രക്ഷിക്കാൻ പോകുന്നതെന്ന് ഞാൻ നോക്കട്ടെ എന്ന് ഈ പാപിയായ മനുഷ്യൻ വന്ന് പറയുമ്പോൾ അദ്ദേഹം പറയാണ് അള്ളാഹ് എന്ന് പറയാണ്. അത് പറയുമ്പോൾ ഇയാളുടെ കയ്യിൽ നിന്ന് വാൾ ഊർന്നു വീണു എന്നാണ് ഈ കവിതയിൽ പറയുന്നത്. ഇതൊരു ഒരു കഥയായിരിക്കാം. ഒരുപക്ഷെ ഈ പ്രവാചകനെ സംബന്ധിച്ച് ധാരാളം കഥകളുണ്ടല്ലോ. ആ പ്രവാചക കഥകളിൽ ഒന്നെടുത്ത് അദ്ദേഹം ഒരു കവിതയായി അവതരിപ്പിച്ചതാണ്. അപ്പോൾ അതിലെ അവസാനത്തെ ഭാഗത്തുമുള്ള ആ ഭാഗം മാത്രം ഞാനൊന്ന് വായിക്കാം. അപ്പോൾ ഇയാൾ വന്ന് വാളെടുത്ത് വെട്ടിക്കൊല്ലാൻ പോവുകയാണ് പ്രവാചകൻ. ആ സമയത്തുള്ള ഒരു ഭാഗം വായിക്കാം. നബി ഉടനുണർന്ന് അവനെ വീക്ഷിച്ചാൻ നറും പ്രസന്നത തിരണ്ട തൃക്കണ്ണാൽ തല കൊയ്യാൻ വന്ന രിപു അവിടേക്ക്
പല നാളാൽ കാണും പ്രിയ വയസ്യനോ ആണ്. കൊല്ലാൻ വന്ന ആൾ ആരാണ്? കൊല്ലാൻ വന്ന ആളെ നബി തിരുമേനി നോക്കുന്നത് എങ്ങനെയാ? പല നാളാൽ കാണും പ്രിയ വയസ്യനോ എന്നാണ്. എത്രയോ കാലമായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന തൻ്റെ സുഹൃത്തിനെ നോക്കുന്നത് പോലെയാണ് തന്നെ കൊല്ലാൻ വന്ന ആളെ. കുറേ കാലമായിട്ട് കാത്തിരിക്കണ നമ്മളൊരു സുഹൃത്തുണ്ടാവുമല്ലോ, അതേപോലെയാണ് ഈ കൊല്ലാൻ വന്ന ആളെ അദ്ദേഹം നോക്കിയത്, അല്ലാതെ ശത്രുവിനെ നോക്കുന്നത് പോലെയല്ല. അതാ ചിരി ഉൾക്കൊണ്ടവൻ ചെകുത്താൻ്റെ വായി കൊണ്ടൊരു ചോദ്യം ചെയ്താൻ. ഈ ചിരി കണ്ടപ്പോൾ അയാൾക്ക് ദേഷ്യം കൂടുകയായിരുന്നു. കൊല്ലാൻ വന്നിട്ട് മരിക്കാൻ പോണ ആൾ നെലിയും വിളി ഉണ്ടാക്കുക, ബഹളം വെക്കുകയാണല്ലോ ചെയ്യേണ്ടത്. അതൊന്നും ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, തൻ്റെ ഒരു സുഹൃത്തിനെ പോലെ ഇതൊന്നും തന്നെ ബാധിക്കുന്നതല്ല എന്ന മട്ടിൽ അദ്ദേഹം ചിരിക്കുക. എടോ മുഹമ്മദേ, ഇതാ നിൻ വാൾതാൻ നിന്നിണം കുടിക്കയായി, ഇതിൽ നിന്ന് നിന്നെ യവൻ സംരക്ഷിക്കും. അപ്പോൾ ഈ വെട്ടാൻ പോകുന്ന വാള് വാസ്തവത്തിൽ ഈ പ്രവാചകൻ തന്നെ ആത്മരക്ഷയ്ക്ക് വേണ്ടി സൂക്ഷിച്ച ഒരു ആയുധമാണ്. അപ്പോൾ അത് അടുത്ത് വെച്ചിട്ടാണ് ഉറങ്ങിപ്പോയത് മരത്തിൻ്റെ ഒട്ടിൽ. അപ്പോഴാണ് ഇയാൾ വന്നിട്ട് ആ വാളെടുത്തിട്ടാണ് കൊല്ലാൻ പോകുന്നത്. അപ്പോൾ ചോദിക്കുകയാണ്, ഞാൻ തന്നെ കൊല്ലാൻ പോവാണ്, ആരാണ് നിന്നെ രക്ഷിക്കാൻ പോകുന്നതെന്ന് ഞാൻ അറിയട്ടെ എന്ന് പറയുമ്പോൾ, പ്രജകൾ തൻ കുറ്റം പൊറുത്തരുളുവാൻ ത്രിജഗതി പിതാവോട് പലപ്പോഴും നിബിഡ പ്രേമത്താൽ അപേക്ഷിച്ചു പോന്ന നബി തിരുനാവിൻ തലയ്ക്കൽ നിന്നപ്പോൾ ഗുരുവധക്രിയക്കുഴറി നിൽക്കുമാ കരാളനും കൈവാൾ വഴുതിപ്പോം വണ്ണം അതിസ്നിഗ്ധ ഭക്തി രസമൊഴുക്കി നിഷ്പതിച്ചത അല്ലാഹ് എന്നൊരു ചെറുപദം എന്നാണ് ആ കവിതയുടെ അവസാന ഭാഗം. അതാണ് എന്ന് പറഞ്ഞാൽ, ലോകത്തുള്ള മനുഷ്യന്മാർ ചെയ്യണ പാപമൊക്കെ പുറത്തു കൊടുക്കണേന്ന് പ്രാർത്ഥിച്ച ആളാണ് പ്രവാചകൻ. അതാണ്. അല്ലാതെ ഏതെങ്കിലും ഈ പറഞ്ഞ പോലെ തൻ്റെ അനുയായികളുടെ തെറ്റ് പുറത്തു കൊടുക്കണമെന്ന് മാത്രമല്ല, ലോകത്ത് തെറ്റ് ചെയ്യുന്ന മനുഷ്യർക്കൊക്കെ പുറത്തു കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ച കാരുണ്യവാനാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇതൊന്നൊരു പേടിയില്ല. ഇയാളും ആ കൂട്ടത്തിലുള്ള ആളാണ്. അയാൾ കൊല്ലാൻ വന്നാൽ എന്ത് ചെയ്യണം? ആകെ ഒന്നേ ചെയ്യാനുള്ളൂ, അല്ലയോ റബ്ബേ ഇയാൾക്ക് പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കണം. അതാണ് അദ്ദേഹം ചെയ്തത്. അല്ലാഹ് എന്ന് പ്രാർത്ഥിച്ചു. ഉടനെ ഇയാളുടെ കയ്യിൽ നിന്ന് വാള് താഴേക്ക് വീണു എന്നാണ് പറയുന്നത്. അപ്പം ഇത് പഠിപ്പിക്കുന്നത് എന്താ? ഈ കഥ പഠിപ്പിക്കുന്നത് എന്താ? അല്ലെങ്കിൽ ഈ കവിത പഠിപ്പിക്കുന്നത് എന്താ? ഈ കവിത പഠിപ്പിക്കുന്നത് ഇസ്ലാം എന്ന് പറയുന്നത് കാരുണ്യത്തിൻ്റെ മതമാണ്. തങ്ങളെ എതിർക്കാൻ വരുന്നവരെ പോലും സ്നേഹം കൊണ്ടും കാരുണ്യം കൊണ്ടും മനസ്സ് തിരുത്താൻ ശ്രമിക്കുന്ന ഒരു മതമാണിത്. ഇത് ഹിംസയുടെ മതമല്ല എന്ന് ആവർത്തിച്ച് പറയാം. ഇതെന്തുകൊണ്ടത് പറയേണ്ടി വരുന്ന വള്ളത്തോളിന് ആണ്. വള്ളത്തോൾ ഈ കവിത എഴുതിയത് 1940-ലാണ്. ഈ സാഹിത്യമഞ്ജരിയിൽ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ 1922-ലാണ് 23-ലാണ് ഈ കവിത എഴുതിയത്. ഈ കവിത 23-ലാണ്. നമ്മൾ പറഞ്ഞ പാംസുസ്നാനാണ് 40-ൽ എഴുതി. 23-ൽ എഴുതിയ കവിതയാണ്. എന്താ 23-ൻ്റെ പ്രത്യേകത? 1921-ലാണ് മലബാറിൽ ഈ വലിയ സമരം നടന്ന കാലം അല്ലേ? ആ സമരത്തെ പറ്റി ബ്രിട്ടീഷുകാർ പറഞ്ഞ എന്താ? ഈ ഇസ്ലാം മതവിശ്വാസികളായ മതഭ്രാന്തന്മാർ നടത്തിയ കലാപം എന്നാണ് അവരെഴുതി വെച്ചിട്ടല്ലേ. മുസ്ലിം ഫെനറ്റിക്സ് എന്നല്ല എഴുതിയത്, ആണ് മതഭ്രാന്തന്മാരെന്നാണ് വിളിച്ചത്. അതൊക്കെ നടന്ന മണ്ണിൽ ജീവിച്ച ആളാ ഈ വള്ളത്തോള്. പക്ഷെ അദ്ദേഹത്തിനൊരു സംശയമില്ല ഇസ്ലാം മതത്തെ പറ്റി. ഇത് ഈ പറഞ്ഞ പോലെ ആളെ കൊല്ലുന്ന മതമാണെന്നുള്ള ഒരു വിശ്വാസം അദ്ദേഹത്തിനില്ല. പറയുമ്പം ധാരാളം മുസ്ലിങ്ങളുടെ ഇടയിൽ ജീവിച്ച അല്ലേ ഒരാളാണ് അദ്ദേഹം. എന്നിട്ടും അദ്ദേഹം ഇസ്ലാമിനെ പറ്റി പറഞ്ഞെന്താ? ഇത് നിങ്ങൾ എഴുതി വെച്ചതുപോലെ മതഭ്രാന്തന്മാരുടെ ഒന്നും മതമല്ല ഇത് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും മതമാണെന്നാണ് ഈ ചേന്നരയിലിരുന്ന് അദ്ദേഹം എഴുതിയത്. അതാ. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം 1923-ൽ ഈ കവിത ഒക്കെ വലിയ പ്രാധാന്യമുണ്ട്. കാരണം നമുക്കറിയാവുന്ന പോലെ ഗാന്ധി നമ്മുടെ കോഴിക്കോട് വന്നു, വെള്ളയിൽ കടപ്പുറത്ത് വന്ന് അല്ലേ, ഈ പറഞ്ഞ അന്നത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി വരെ ആ യോഗത്തിൽ പങ്കെടുത്തു. അന്ന് അദ്ദേഹം ആ വേദിയിൽ ഗാന്ധിക്കൊപ്പം ഇരുന്ന ആളാണ്. അങ്ങനെ കോൺഗ്രസും ഖിലാഫത്ത് പ്രസ്ഥാനവും തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് തുടങ്ങിയൊരു സമര. അതാണ്.
അതൊരിക്കലും ഹിന്ദുക്കളെ ഇല്ലാതാക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ നടത്തിയ ഒരു സമരമല്ല, അല്ലെങ്കിൽ ഒരു കലാപമല്ല. ഇപ്പം പക്ഷേ നമ്മുടെ നാട്ടിൽ പലരും അല്ലേ, ഈ നിങ്ങളെ ഈ തിരൂർ എന്ന് പറഞ്ഞ പ്രദേശത്ത് തന്നെ ചില എഴുത്ത് വരുന്നുണ്ട്. അവർ മാപ്പിള ലഹള എന്നാണ് അവരെഴുതുന്ന പുസ്തകങ്ങൾക്കുള്ള ശീർഷകം. അതാണ് മാപ്പിള ലഹള എന്നാണ് അവരെഴുതുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുക്കൾക്കെതിരെയുള്ള കലാപ. അവരോട് എനിക്ക് എന്താണ് സൗമനസ്യത്തോടു കൂടി ഉപദേശിക്കാനുള്ളത്, നിങ്ങൾ ദയവ് ചെയ്ത് വള്ളത്തോളിൻ്റെ സാഹിത്യമഞ്ജരിയെങ്കിലും ഒന്ന് എടുത്ത് വായിക്കണം എന്നാണ്. ആ പുസ്തകം എഴുതിയ ആളുടെ തൊട്ടപ്പുറത്താണ് ഈ വള്ളത്തോൾ ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വള്ളത്തോൾ എന്താണ് മുസ്ലിങ്ങളെക്കുറിച്ച് പറഞ്ഞതെന്നെങ്കിലും നിങ്ങൾ വായിക്കണം എന്ന് വാസ്തവത്തിൽ ഇപ്പോൾ ഈ വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ചരിത്ര വസ്തുതകളെ വളച്ചൊടിക്കുന്നവരോട് നമുക്ക് ആകെ പറയാനുള്ളൊരു കാര്യം അതാണ്. കാരണം ഇതിനൊക്കെയുള്ള മറുപടി വള്ളത്തോൾ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതാ. അപ്പോൾ ആ അർത്ഥത്തിൽ വള്ളത്തോൾ 923 എഴുതുന്ന ഈ കവിതയ്ക്ക് ഒരു അമിതമായ രാഷ്ട്രീയ പ്രാധാന്യമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇന്ന് നമ്മൾ വായിക്കുമ്പോൾ ഒരു കഥ അല്ലെങ്കിൽ ഒരു പഴയ കാര്യം എഴുതി എന്ന് നമുക്ക് തോന്നാം. പക്ഷെ ആ കാലത്ത് അത് വലിയൊരു രാഷ്ട്രീയ സന്ദേശമാണ് നൽകിയത്. അതാ. അപ്പം ആ നിലയ്ക്ക് വാസ്തവത്തിൽ വള്ളത്തോളിൻ്റെ ഈ കവിത ഇസ്ലാമിനെ ആഴത്തിൽ മനസ്സിലാക്കിയ ഒരു മലബാറിൽ ജീവിച്ച ഒരു അമുസ്ലിമായ ദേശീയ പ്രസ്ഥാനത്തിൽ ആണ്ടുമുങ്ങിയ ഒരു ധൈഷണികൻ്റെ രചനയാണ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കവിത നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഈ പാംസുസ്നാനം എന്ന കവിതയാണ്. പാംസുസ്നാനം എന്നുള്ള കവിത പ്രവാചകൻ ജീവിതത്തിലെ ആദ്യഘട്ടത്തിലുള്ള ഒരു സന്ദർഭത്തെയാണ് സൂചിപ്പിക്കുന്നത്. അന്ന് അദ്ദേഹം എല്ലാവരുടെയും ഭാഗത്തുനിന്ന് എതിർപ്പ് നേരിട്ടുകൊണ്ടിരിക്കുക. നേരത്തെ പറഞ്ഞ ഈ ഖുറൈശികൾക്കിടയിലൂടെ ഉള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ 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 തിക്താനുഭവങ്ങൾ നിറഞ്ഞതായിരുന്നു എന്നാണ് അതിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ഭാഗം നബി തിരുമേനി തന്നെ നടത്തുന്ന ഒരു ആത്മഗതമാണ്. അദ്ദേഹം സ്വയം സംസാരിക്കുന്നത് പോലെയാണ് എഴുതി. കണ്ടതിൽ ഈശ്വരത്വം കൽപ്പിച്ചു നടന്നൊടുക്കം നിരീശ്വരത്വത്തിൽ അടിഞ്ഞു വീണു നിരസ്ത വിശ്വാസർ അറേബ്യക്കാർ. അങ്ങനെയാണ് ആ കവിത തുടങ്ങുന്നത്. കണ്ടേലൊക്കെ ദൈവമുണ്ട് എന്ന് പറഞ്ഞിട്ട്, കല്ലിലും മുള്ളിലും മരത്തിലും ഒക്കെ ദൈവമുണ്ട് എന്ന് പറഞ്ഞ് എല്ലാറ്റിലും ദൈവമുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ദൈവം എന്താന്നുള്ള ഒരു പ്രശ്നം വരുമല്ലോ. അതോടുകൂടി സത്യം പറഞ്ഞാൽ അവരൊക്കെ അവിശ്വാസികളായി മാറി എന്നാണ് പറഞ്ഞത്. ഈ ബഹുദൈവ ആരാധന വഴി അവിശ്വാസികളായി തീർന്നവരുടെ ആണല്ലോ എൻ്റെ ചുറ്റുമുള്ളത് എന്ന് സ്വയം വിചാരിച്ചുകൊണ്ട് പ്രവാചകൻ ഒരു സ്ഥലത്തുനിന്ന് യാത്ര ചെയ്യുന്നതാണ് ഈ ഭാഗം. കുറുമ്പു മാറാത്ത കുറൈശി വര്യർ കോതിക്കൊടുത്തേൻ പലവട്ടവും ഞാൻ, ഈ നിങ്ങൾ കൂപ്പം മരമല്ല കല്ലൽ അള്ളാഹു സർവാധിക ശക്തനേകൻ ആണ്. നിങ്ങൾ ഈ വണങ്ങുന്ന കല്ലും മരമൊന്നും അല്ല വാസ്തവത്തിൽ ദൈവം അള്ളാഹു ആണത്, ഏകദൈവമാണ് എന്ന് ഞാൻ പലവട്ടം ഇവരോട് പറഞ്ഞിട്ടും ഇവരെന്താ ചെയ്തത്? ഇവർക്കിരുട്ടേ പ്രിയം ആണ്. അവർക്ക് ഇരുട്ടിൽ ജീവിക്കാനാണ് താല്പര്യം. അവർക്കിരുട്ടേ പ്രിയമിത്രം. അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ അല്ലെങ്കിൽ സുഹൃത്ത് ഇപ്പോഴും ഇരുട്ടാണ്. ഞാൻ വെളിച്ചം കൊണ്ടുവരാൻ നോക്കിയ ആളാണ്, പക്ഷേ അവർ ഇരുട്ടിലാണ് ജീവിക്കുന്നത്. ഊതിക്കെടുക്കയായി കൈത്തിരി കൊണ്ടു ചെന്നാൽ, അവർക്ക് ലേശം വെളിച്ചമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു കൈത്തിരിയുമായി ഈ ദൈവത്തിൻ്റെ സന്ദേശവുമായി അവർക്കിടയിലേക്ക് പോയതാണ്. പക്ഷെ അവരതിനെ ഊതിക്കെടുത്താണ് ചെയ്യുന്നത്. മിന്നാമിനുങ്ങിൻ ചെറുതാം വെളിച്ചം പോലും സഹിക്കാത്ത തമസ്സിതേതോന്നാണ്. ഇവർക്ക് മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചം പോലും സഹിക്കാൻ വയ്യാതെ ഇരുട്ടിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഈ മനുഷ്യർ. അവരോട് ഞാൻ എന്തു പറയും? അതാണ്. അപ്പോൾ ഇവരുടെ ജീവിതം എങ്ങനെയാണ്? കലാവിശേഷം കൊല. ഇവരുടെ പ്രധാനപ്പെട്ട കലാപരിപാടി എന്താണ്? കൊലപാതകമാണ്. അതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. പിന്നെയോ ഇവർക്ക് ദാഹിച്ചാൽ കള്ളാണ് പാനീയം. പിന്നെ അവർക്ക് ഈ പറഞ്ഞ പോലെ പിശാചിനെയാണ് അവരൊക്കെ ആരാധിക്കുന്നത്. അതാ, അവരുടെ സ്ത്രീകളെ ആരും അവർ ബഹുമാനിക്കുന്നില്ല. ഇങ്ങനെയുള്ളൊരു സമൂഹമാണത് എന്ന് പറഞ്ഞാൽ ഒരുതരം പ്രാകൃത സമൂഹമാണ്. ആ സമൂഹത്തിലേക്ക് ധർമ്മത്തിൻ്റെയും സത്യത്തിൻ്റെയും വെളിച്ചവുമായി കടന്നു ചെല്ലുന്ന ഒരാളാണ് ഞാൻ.
പക്ഷെ അവരെന്താ ചെയ്യുന്നത്? ആ വെളിച്ചം ഊതിക്കെടുത്തുകയാണ് ചെയ്തത്. മൃഗോപമന്മാർ എന്നാണ്. മൃഗോപമന്മാർ എന്ന് പറഞ്ഞാൽ മൃഗത്തിന് തുല്യമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അവരുടെ സഹോദരങ്ങളെ തന്നെ നുകത്തിൽ വെച്ച് പൂട്ടി അടിമകളാക്കി ജീവിപ്പിക്കുകയാണ്. ആണ്. ഇതൊക്കെ വളരെ പ്രധാനമാണ്. കേരളത്തിൽ ഇതൊക്കെ നടന്നിരുന്നു, നമ്മൾ ആലോചിക്കണം. ആണ്. കേരളത്തിലും എത്രയോ മനുഷ്യരെ അടിമകളാക്കി ഈ പറഞ്ഞ പോലെ കന്നുകാലികളെ പോലെ പരിചരിച്ചിരുന്നു. അതാണ് പൊയ്കയിലപ്പച്ചൻ്റെ പാട്ടിലൊക്കെ പറയുന്നില്ലേ. ആണ്. ഒരു നുകത്തിൻ്റെ ഒരു വശത്ത് മനുഷ്യനെയും മറ്റേ വശത്ത് നാക്കുകാലികളെയും വെച്ചിട്ട് ഉഴവ് നടത്തിയിരുന്ന ഒരു കാലം കേരളത്തിലുണ്ടായിരുന്നു. അതൊക്കെ ചെയ്തിരുന്ന മനുഷ്യരും ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ഈ പ്രവാചകൻ്റെ കാലത്ത് ഈ ഖുറൈശികൾക്കിടയിൽ ഇതൊക്കെ നിലനിന്നിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ സഹോദരങ്ങളെ അടിമകളാക്കി, സ്ത്രീകളെ മാനിക്കാതെയും ഈ പറഞ്ഞ പോലെ ബഹുദൈവ ആരാധന നടത്തിയും ഇരുട്ടിൽ ജീവിച്ചിരുന്ന മനുഷ്യർക്ക് വെളിച്ചം കൊണ്ടുവരാൻ ശ്രമിച്ച ഒരാളാണ് ഞാൻ എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെയൊക്കെയുള്ള അദ്ദേഹം ഈ വിചാരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആളുകൾ കല്ലെടുത്തെറിയുന്നു, ആളുകൾ ദ്രോഹിക്കുന്നു. പക്ഷെ അതൊന്നും മാനിക്കാതെ ഈ കഷ്ടപ്പാടുകൾക്കിടയിലൂടെ നബി തിരുമേനി നടന്നു പോകുന്നതാണ് പിന്നീട് പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം, കില്ലില്ല ഞാൻ എന്നുടെ ചോര കൊണ്ട് ഈ ധർമ്മസസ്യത്തെ നനച്ചു നോക്കും, ആ മാതൃകാ കർഷകനായ ക്രിസ്തു അവണ്ണമല്ലോ ഭുവി ചെയ്തു കാട്ടി എന്നാണ്. അതായത് എന്ത് സഹിച്ചാലും ശരി, എന്ത് സംഭവിച്ചാലും ശരി, എൻ്റെ ചോര കൊണ്ടാണെങ്കിലും ഞാൻ ഈ സസ്യത്തെ നനയ്ക്കും. അതാണ്. ചോര കൊണ്ട് പകരം വീട്ടുന്നല്ല പറഞ്ഞത്. ചോര കൊണ്ട് ജീവൻ ബലിയർപ്പിച്ചാൽ, അവിടെയാണ് ഞാൻ ഗാന്ധിയെ പറ്റി പറഞ്ഞത്. മതനിരപേക്ഷത, ഹിന്ദു മുസ്ലിം ഐക്യം എന്ന ആദർശത്തിന് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ ബലിയർപ്പിക്കും എന്ന് പറഞ്ഞ ഗാന്ധിക്ക് അതിനുള്ള ധൈര്യം കിട്ടിയത് എവിടെ നിന്നാണ്? അതാണ് ഈ വാക്ക്. ഞാൻ എന്നുടെ ചോര കൊണ്ട് ഈ ധർമ്മസസ്യത്തെ നനച്ചു നോക്കും. ധാർമ്മികതയുടേതായ ഈ സസ്യം, അതാണ് ഈ ഇസ്ലാം മതത്തിൻ്റെ ധാർമ്മികത. അതാണ് ആ ധർമ്മസസ്യം എന്ന് പറയുന്നത്. അപ്പം ഈ ഖുറൈശികൾ വളരെ പ്രാകൃത ജീവിതം നയിക്കുന്നവരാണ്. പക്ഷേ അവർക്കിടയിൽ ഞാൻ എൻ്റെ ഈ ധർമ്മസസ്യത്തെ ചോര കൊടുത്താണെങ്കിലും സംരക്ഷിക്കാൻ ശ്രമിക്കും. ആ മാതൃകാ കർഷകനായ ക്രിസ്തു, അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്ന ക്രിസ്തുവിനും അവസാനം കിട്ടിയത് മറ്റേ കുരിശും മുൾക്കിരീടവുമാണെന്ന് നമുക്കറിയാം. അതേപോലെ ഈ ധാർമ്മികതയ്ക്ക് വേണ്ടി ഞാൻ നിലകൊള്ളും എന്ന് പറയുന്ന പ്രവാചകനെയാണ് നാം ഈ കവിതയിൽ കാണുന്നത്. അധൈര്യമേ നിൻ കെടുമഞ്ഞു വീഴായിക അഹമ്മദിൻ സജ്വരമായ നെഞ്ചിൽ ആണ്. നമുക്ക് ഈ ധർമ്മത്തിലുള്ള ബോധമാണ് നമുക്ക് വാസ്തവത്തിൽ ധൈര്യം എന്ന് പറഞ്ഞാൽ. ആളുകൾ ധൈര്യം എന്ന് പറഞ്ഞാൽ എന്താ വിചാരിക്കുന്നത്? അയാൾക്ക് നല്ല ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അങ്ങോട്ട് കയറി ആക്രമിക്കുന്ന ആൾക്കാണ് ധൈര്യമുള്ളതെന്ന് നമ്മൾ വിചാരിക്കുന്നത്. അല്ല, ധൈര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യത്തിന് വേണ്ടി മരണം വന്നാലും ഭയപ്പെടാതെ നിൽക്കുന്നതിനെയാണ് ധൈര്യം എന്ന് പറയുന്നത്. അതാണ്. അപ്പോൾ നമ്മൾ ആക്രമിക്കാൻ വരുന്ന ആളോട് നല്ല നിലയ്ക്ക് സംസാരിക്കുക, അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുക. എന്നിട്ടും അവർ നമ്മളെ മേക്കെട്ട് വരികയാണെങ്കിലും നമ്മുടെ ധാർമ്മികത കൈവിടില്ല എന്ന വിശ്വാസത്തോടു കൂടി ഉറച്ചു നിൽക്കുക. ചിലപ്പോൾ ജീവൻ പോണതല്ല അധൈര്യത്തിൻ്റെ ലക്ഷണം. ഈ ധാർമ്മികത കൈവിട്ട് നിങ്ങൾ അവരുടെ കൂടെ കൂടുന്നതാണ് അധൈര്യം. ആ അധൈര്യത്തിൻ്റെ മഞ്ഞ് മുഹമ്മദിൻ്റെ മനസ്സിൽ വീഴാതിരിക്കട്ടെ എന്ന് അദ്ദേഹം പറയണം. കാരണം അത് അദ്ദേഹം ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ യൗവനാണ്. ചന്ദ്രാർക്കരെ കൈകളിൽ വെച്ചു തന്നാൽ പോലും നിർത്തില്ല അവനി പ്രയത്നം. സൂര്യനും ചന്ദ്രനും എടുത്ത് കൈ കൊടുത്താൽ നീ ഇതൊന്നും ഉപേക്ഷിച്ച് വേറെന്തെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞാലും എനിക്കതൊന്നും വേണ്ട എന്ന് പറയാനുള്ള സ്ഥൈര്യം ഉള്ള ഒരാളായിരുന്നു പ്രവാചകൻ എന്നാണ് അദ്ദേഹം ഈ പാംസുസ്നാനം എന്നുള്ള കവിതയിൽ പറയുന്നത്. ആണ്. അപ്പോൾ ഈ പറയുന്ന ഈ പ്രവാചകൻ്റെ ഈ ഒരു പ്രയാണം, ഈ ഖുറൈശി കൂട്ടത്തിനിടയിലൂടെയുള്ള ത്യാഗനിർഭരമായ പ്രയാണം ചിത്രീകരിച്ചതിന് ശേഷം അദ്ദേഹം വീട്ടിലേക്ക് എത്തുക. അപ്പോഴേക്ക് ആളുകൾ കല്ലെടുത്തെറിഞ്ഞിട്ടുണ്ട്, മേല് മുഴുവൻ പൊടി പുരണ്ടിട്ടുണ്ട്. അതാണ് ഈ പാംസുസ്നാനം എന്ന് പറഞ്ഞ അർത്ഥം പൊടിയിൽ കുളിക്കുക എന്നാണ്. അതായത് ഈ ശത്രുക്കളുടെ
ആക്രമണത്തിന് വിധേയമായ ശരീരത്തോടുകൂടി അദ്ദേഹം വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ പുത്രി അദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്നതും കുളിപ്പിക്കുന്നതും ഒക്കെയാണ് ഈ കവിതയുടെ അവസാന ഭാഗത്ത് വരുന്നത്. അതിങ്ങനെയാണ്: ആ മൂർധപാദം പൊടിമൺ പുരണ്ട പിതാവിനെ കണ്ടതിവെമ്പലോടെ താൻ കുളിപ്പപ്പതിനായി മുതിർന്ന് തണ്ണീർ കുടം കൊണ്ടഴലാണ്ട പുത്രി. മകളാണ് പിതാവിന് വെള്ളവുമായിട്ട് വരുന്നത്. പിടിച്ചിരുത്തി ചളിപോക്കുവാനായി പകർന്ന കുംഭോദകമോടുകൂടി താതൻ്റെ ഗാത്രങ്ങളിൽ ആപതിച്ചു കുമാരിയാൾ തൻ ചുടു കണ്ണുനീരും. അപ്പോൾ വെള്ളം മാത്രമല്ല ഒഴിക്കണത്, തൻ്റെ കണ്ണുനീരും പിതാവിൻ്റെ മേലെ പതിക്കുകയാണ്. ആ പുത്രിക്ക് വലിയ സങ്കടം ഉണ്ടായി എന്നാണ് പറയുന്നത്. മാലാർന്നു കേഴും മകളെ തലോടിക്കൊണ്ട് ആശ്വസിപ്പിച്ചു സുശാന്തശീലൻ. അങ്ങനെ ഈ പ്രവാചകൻ മകളെ ആശ്വസിപ്പിക്കുകയാണ്. നിന്നച്ഛനെക്കാ തരുളാതിരിക്കിൽ അള്ളാഹു പാഴിൽ കരയായിക കുഞ്ഞെ, എന്തു വന്നാൽ എന്നെ ദൈവം കൈവിടില്ല, നീ പേടിക്കണ്ട മോളെ എന്ന് മോളോട് പറയുന്നതാണ്. അപ്പോൾ ആദ്യത്തെ കവിതയിലും അള്ളാഹുവിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഉറച്ച വിശ്വാസം, ഈ കവിതയിലും അതാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതൊക്കെ എഴുതിയത് വള്ളത്തോൾ നാരായണമേനോനാണ്. ഈ പറഞ്ഞ ഇസ്ലാമിനെ പറ്റി ധാരാളം തെറ്റിദ്ധാരണകൾ പരന്നിരുന്ന ഒരു കാലത്ത് അതൊന്നും തന്നെ ബാധിക്കാതെ ഈ മലപ്പുറം ജില്ലയിലിരുന്ന് അദ്ദേഹത്തിന് ഇസ്ലാമിനകത്തുള്ള ഈ വലിയ ധാർമ്മികതയുടെ ഈ വലിയ ഉറവയെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നതിനെയാണ് നാം വാസ്തവത്തിൽ ഇന്ത്യയിലെ മതനിരപേക്ഷത, മതസഹിഷ്ണുത, മതേതരത്വം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇപ്പം നമ്മൾ മതസഹിഷ്ണുത പറഞ്ഞാൽ മതം കൊണ്ട് സഹിക്കുന്നതാണ്. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് മറ്റേ മതക്കാരനും കൂടി സഹിക്കണേനാ മതസഹിഷ്ണുത എന്ന് പറഞ്ഞു. അതല്ല മതസഹിഷ്ണുത. അതാണ് ഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു മതസ്ഥനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരുപക്ഷെ എനിക്ക് ഈ പറഞ്ഞ പോലെ ഇസ്ലാമിക ചര്യകളിലൂടെ പ്രവാചകനെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷേ ഇത്തരം സാഹിത്യത്തിലൂടെ, ഇത്തരം ആവിഷ്കാരങ്ങളിലൂടെ ഒരുപക്ഷെ ഇസ്ലാം മതത്തിനകത്ത് ജീവിക്കുന്ന ഒരാൾക്ക് പോലും ഒരുപക്ഷെ ഈ പ്രവാചകനെയും അദ്ദേഹത്തിൻ്റെ ധർമ്മോത്ബോധനത്തെയും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കും എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഏതായാലും ഇങ്ങനെ 2-3 ഇതേപോലെ ജാതകം തിരുത്തി എന്ന കവിതയിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി തീർന്ന ഉമർ എന്ന് പറയുന്ന അദ്ദേഹം ആദ്യം പ്രവാചകൻ്റെ ശത്രുവായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്. പിന്നീട് തെറ്റുതിരുത്തി പ്രവാചകൻ്റെ പിന്തുടർച്ചക്കാരനായി മാറുന്ന, അതാണ് ജാതകം തിരുത്തി, അയാളുടെ തലയിലെഴുത്തു മാറി എന്നാണ്. അങ്ങനെ തെറ്റായ വഴിയിലും പാപത്തിൻ്റെ വഴിയിലും സഞ്ചരിച്ചിരുന്ന ഈ ഒമർ പിന്നീട് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി മാറുന്ന ആ കഥയാണ് ഈ ജാതകം തിരുത്തി എന്നുള്ള കവിതയിലുള്ളത്. അത് ചുരുക്കി പറഞ്ഞാൽ മറ്റ് കവികൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പന്മന രാമേന്ദ്രൻ നായർ പ്രവാചകനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, പണ്ഡിറ്റ് KP കറുപ്പൻ പ്രവാചകനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, നാരായണ ഗുരു പ്രവാചകനെ പരാമർശിച്ചിട്ടുണ്ട്. അങ്ങനെ പലരും ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കവി വാസ്തവത്തിൽ ദിവ്യപുഷ്പം എന്ന കവിത എഴുതിയ G. ശങ്കരക്കുറുപ്പാണ്. അത് പ്രവാചകനെക്കുറിച്ചുള്ള ഒരു കവിതയാണ്. അത് നിങ്ങൾക്കറിയാലോ, G. ശങ്കരക്കുറുപ്പാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ജ്ഞാനപീഠ അവാർഡ് കിട്ടിയത്. അത് G. ശങ്കരക്കുറുപ്പ് മരിച്ചു പോയതുകൊണ്ടും അദ്ദേഹത്തിന് ജ്ഞാനപീഠം കൊടുത്തു കഴിഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ടതാണ്. ഇപ്പോഴൊക്കെയാണ് ഈ പറഞ്ഞ കാര്യം നമ്മളെ രാജ്യം ഭരിക്കണവരറിഞ്ഞാൽ ചിലപ്പോൾ ആ ജ്ഞാനപീഠം തിരിച്ചു വാങ്ങുമെന്ന് എൻ്റെ പേടി. അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിലെ സാഹിത്യം എന്ന് പറഞ്ഞാൽ. അതൊന്നും മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല എഴുതപ്പെട്ടിട്ടുള്ളത് ആണ്. എല്ലാ മതങ്ങളെയും മനസ്സിലാക്കാനും എല്ലാറ്റിനും ഉൾക്കൊള്ളാൻ കഴിഞ്ഞ ആളുകളാണ് മഹാന്മാരായ എഴുത്തുകാരെല്ലാം. അക്കൂട്ടത്തിൽപ്പെട്ട ചില ആളുകളുടെ പേരാണ് ഞാൻ പറഞ്ഞത്. വാസ്തവത്തിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കവിയെയാണ് നമ്മളിപ്പോൾ അനുസ്മരിച്ചത്. ഇങ്ങനൊരു അവസരം തന്നതിനും എൻ്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ടിരുന്നതിനും നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.